ശാന്തിഗേഹം മർക്കസ് സാന്ത്വനം ഈ മർക്കസ് ശാന്തിഗേഹം മർക്കസ് സാന്ത്വനം ഈ മർക്കസ് ആലിമീങ്ങൾ കന്തസ് ആത്മവിദ്യാ ജ്യോതിസ് ആർക്കും അറിവിൻ വനി തീർത്ത് ആശ്രയത്തിൻ തീരത്ത് ശാന്തിഗേഹം മർക്കസ് സാന്ത്വനം ഈ മർക്കസ് ശാന്തിഗേഹം മർക്കസ് സാന്ത്വനം ഈ മർക്കസ് അറിവിൻ പൂവനി കാണേണ്ടേ അദബിൻ സുരഭിയതൊന്നുണ്ടേ മധുവിൻ മലരിതു നുകരാൻ ശലഭമതുണ്ടേ അലിവിൻ ആശ്രമ മന്ദിരം അഭയം നൽകിടും സുന്ദരം. ബിസ്മില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم صل وسلم وبارك على حبيبك ورسولك سيدنا محمد وعلى آل سيدنا مولانا شفيعنا محمد صلاة وسلاما عليك يا سيدنا يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا وصدق الله مولانا العظيم. العلماء ورثة الأنبياء وصدق رسوله الكريم الأمين. يا شيخنا يا شيخ مدبور أتينا بابكم راجين فوزا كاملا يا سيدي سيم ولي. ആദരണീയരായ ഉസ്താദുമാർ, അഭിമന്യരായ ഉമറാക്കൾ, ശബ്ദം ശ്രവിക്കുന്ന ആദർശ ബന്ധുക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം രണ്ട് ലോകത്തും ഉപകരിക്കുന്ന നല്ല പ്രവർത്തനമായി അവൻ സ്വീകരിക്കട്ടെ. നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി മൺമറഞ്ഞ നമ്മുടെ മുൻഗാമികൾ, ഉസ്താദുമാർ, മാതാപിതാക്കൾ, പണ്ഡിതർ, സഹപ്രവർത്തകർ, നേതാക്കൾ, സഹകാരികൾ, സഹായികൾ, മുഴുവൻ ആളുകളുടെയും ബർസഖി ജീവിതം അല്ലാഹു സന്തോഷത്തിലാകട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ഊണും ഉറക്കവും ഒഴിച്ച് അത്യധ്വാനം ചെയ്യുന്ന പണ്ഡിത നേതൃത്വം, അതിനോട് സഹകരിക്കുന്ന ഉമറാക്കൾ, അത്യധ്വാനം ചെയ്യുന്ന പ്രവർത്തകർ, മുഴുവൻ ആളുകൾക്കും അല്ലാഹു നാളെ അർശിന്റെ തണലിന് യോഗ്യത നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. സുന്നി കേരളത്തിൻ്റെ ആവേശവും കരൾത്തുടിപ്പുമായ ആദർശ വിപ്ലവത്തിൽ ഒരുപാട് പ്രയത്നിച്ച മർക്കസ് സഖാഫത്തി സുന്നിയ എന്ന ആദർശ പ്രസ്ഥാനത്തിൻ്റെ ആയുധക്കോട്ട, അതിൻ്റെ ഐതിഹാസികമായ വാർഷിക മഹാസമ്മേളനം, ആ സമ്മേളനത്തിൻ്റെ ഉൽപ്പന്നങ്ങളായി സമൂഹത്തിലേക്ക് സംഭാവന നൽകപ്പെടുന്ന പണ്ഡിതരും ഹിഫാളും, അവർ പുറത്തിറങ്ങുന്ന ബിരുദദാന ചടങ്ങും, അതോടൊപ്പം കേരളത്തെ പിടിച്ചു കുലുക്കി നടത്തപ്പെടുന്ന അചഞ്ചലമായ തൗഹീദിനെ കുറിച്ച് വിശദീകരണങ്ങളും അതിൻ്റെ ക്യാമ്പയിനും,
അതിഗംഭീരമായി നടക്കുകയാണ്. കേരളത്തിൻ്റെ മുക്ക് മൂലകളിലും ദീനീ പ്രവർത്തനത്തിൽ കേരളവുമായി സഹകരിച്ച് നീങ്ങുന്ന ലക്ഷദ്വീപ് സമൂഹങ്ങളിലും അൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും കർണാടക, തമിഴ്നാട് തുടങ്ങിയുള്ള ഭാഗങ്ങളിലുമൊക്കെ നമുക്കറിയാം, ഇന്ന് ഭൗതിക രംഗത്ത് ഒരുപാട് മുന്നേറ്റങ്ങൾ നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യകളിലുള്ള പുരോഗതി കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കൈവെള്ളയിലടക്കം നാം ഇന്ന് ശരിക്കും ആസ്വദിക്കുകയാണ്. ടെക്നോളജി അതിൻ്റെ ഏകദേശമൊക്കെ പൂർണ്ണദശയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്ന് ഒരർത്ഥത്തിൽ നമുക്ക് അവകാശപ്പെടാം. സ്മാർട്ട് ക്ലാസ് റൂമുകളിലൂടെയാണ് നമ്മുടെ കൊച്ചു വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അധികം വൈകാത്ത ഭാവിയിൽ നോട്ട് പുസ്തകങ്ങളും ടെക്സ്റ്റുകളും കിലോ കണക്കിന് മുതുകിൽ പേറി പോകേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ കമ്പ്യൂട്ടറിന്റെ ഉപയോഗങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും സുഗമമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ച് വിദ്യാവിചക്ഷണർ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കാലം ഒന്നുകൂടെ കഴിഞ്ഞാൽ ബോർഡും ചോക്കും അപ്രത്യക്ഷമാകുന്നത് പോലെ വടിയും മയക്കുറബ്ബറും ഒക്കെ അപ്രത്യക്ഷമായതുപോലെ അധ്യാപകരും ക്ലാസ് റൂം തന്നെ അപ്രത്യക്ഷമായി ഓരോരുത്തർക്കും പെരുകി വരുന്ന വാഹനാപകടങ്ങളിൽ നിന്ന് മുക്തി നേടി സ്വന്തം വീട്ടിലെ പ്രൈവറ്റ് റൂമിലിരുന്ന് ഭക്ഷണമർത്തിയാൽ നമുക്ക് ഒരു സ്ഥലത്ത് വെച്ച് ക്ലാസ് എടുക്കുന്ന അധ്യാപകന്റെ ക്ലാസ് ആസ്വദിക്കാനും വീട്ടിലിരുന്ന് തന്നെ അമേരിക്കയിൽ നടക്കുന്ന എക്സാമിൽ സംബന്ധിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഒരുപക്ഷെ വിദ്യാഭ്യാസ രംഗത്ത് അടുത്ത ഭാവിയിൽ തന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയാൻ സാധ്യതയുണ്ട്. എല്ലാ നിലക്കും പുരോഗതികളും ഭൗതിക മേഖലയിലെ കുതിച്ചുചാട്ടവും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും എല്ലാറ്റിൻ്റെയും ആവശ്യവും ലക്ഷ്യവും മനുഷ്യ ജീവിതത്തിന്റെ സൗകര്യങ്ങളാണ്. പക്ഷേ ആധുനിക വാർത്താ മീഡിയകൾ നമ്മോട് പറഞ്ഞു തരുന്ന കഥകൾ എത്രത്തോളം സാങ്കേതിക രംഗത്ത് പുരോഗതി പ്രാപിക്കുകയും ശാസ്ത്രീയ രംഗത്ത് നാം മുന്നേറുകയും ചെയ്യുന്നുവോ അത്രത്തോളം മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ഒരു ഭാഗത്ത് കണ്ടുപിടിക്കുകയും കുറ്റകൃത്യം ചെയ്ത ആളുകളെ തന്നെ കണ്ടുപിടിക്കാനുള്ള നൂതന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആ നൂതന സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കി കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള അതിനൂതന സംവിധാനങ്ങളെ കുറിച്ചും മറുഭാഗത്ത് ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിന്റെ ഉപകാരത്തിന് വേണ്ടി കണ്ടുപിടിച്ച ഉപകരണങ്ങൾ മനുഷ്യ സമൂഹത്തിന്റെ ഉപദ്രവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പലതും സഹകരണത്തോടുകൂടെ നിർമ്മാണാത്മകമായി ഉപയോഗപ്പെടുത്തേണ്ടുന്ന മേഖലകൾ നേരെ തിരിച്ച് എല്ലാം നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ആത്മീയ വിദ്യയിൽ അധിഷ്ഠിതമായി ഭൗതികമായ വിദ്യ അഭ്യസിപ്പിക്കുകയും അതിന്റെ നേട്ടങ്ങൾ കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായി മുസ്ലിം കൈരളിക്ക് സമ്മാനിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന മർക്കസ് സഖാവത്ത് സുന്നിയ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ സന്ദേശം ഒന്നുകൂടെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് അതിന്റെ സമ്മേളനം പ്രഖ്യാപിക്കുന്നത്. ആധുനിക യുഗത്തിലെ മനുഷ്യരെ നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരു ഭാഗത്ത് നാം മനുഷ്യത്വം മരവിച്ചുപോയ മനുഷ്യരെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരെന്ന് പറഞ്ഞുകൂടാ, മനുഷ്യ പേക്കോലങ്ങളെന്ന് വേണം വിശേഷിപ്പിക്കാൻ. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എടുത്ത് നാം വിലയിരുത്തുമ്പോൾ ഉപഭോഗ വസ്തു എന്നോ അല്ലെങ്കിൽ ജീവിക്കുന്ന യന്ത്രമെന്നോ അല്ലെങ്കിൽ സംസാരിക്കുന്ന യന്ത്രമെന്നോ അല്ലെങ്കിൽ അധ്വാനിച്ചോ മറ്റോ പണമുണ്ടാക്കുന്ന യന്ത്രമെന്നോ എന്നൊക്കെ പേര് മാറ്റി പറയേണ്ട അവസ്ഥയിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസത്തെയും പത്രം തുറന്ന ഭാഷയിൽ വായിച്ച്
അതേപോലെ തന്നെ സ്വന്തം പിതാവിന് കൈമാറാൻ പറ്റുന്ന അന്തരീക്ഷത്തിലല്ല നടക്കുന്ന സംഭവങ്ങളെ ഇന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പീഡനം എന്ന ഓമന പേരിട്ട് പഴയ ഭാഷയിലെ വ്യഭിചാരം അതിന്ന് കണക്കില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈസൻസ് കൊടുത്തതിന് പുറമെ ലൈസൻസ് ഇല്ലാത്തതിന് വ്യാജം എന്ന് പേരിട്ട് വിളിക്കും. മനുഷ്യരെ മൊത്തം നശിപ്പിക്കുന്ന മദ്യം ഗവൺമെന്റ് പേപ്പർ കൊടുത്താൽ ഹലാലും ഇല്ലെങ്കിൽ പട്ടച്ചാരായവുമായിട്ട് മാറുന്ന അവസ്ഥയിൽ ഹുക്മിന് പോലും ലൈസൻസ് മുമ്പിൽ വെക്കേണ്ട അവസ്ഥയിലാണ് ഇന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പീഡന കേസുകളും പിടിക്കപ്പെടുമ്പോൾ അതിലെ പ്രതികൾ സ്കൂളിൽ പോകാത്ത ഏതെങ്കിലും കാട്ടാളന്മാരല്ല, സ്വന്തം പിതാവും സ്വന്തം ഇളയമ്മയും അതുപോലെ തന്നെ സ്വന്തം മാതാവുമടക്കം പ്രതിയായ കേസുകൾ പത്രത്തിലൂടെ നാം ഇന്ന് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും മിനിയാന്നുമൊക്കെ വാർത്താമാധ്യമങ്ങളെ പിടിച്ചുകുലുക്കിയ നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിൽ പട്ടാളക്കാരും MP-മാരും പ്രൈം മിനിസ്റ്ററും അടക്കമുള്ള നമ്മുടെ ഉന്നത ഭരണീയരും ഉന്നത ഭരണകർത്താക്കളും സ്ഥിതി ചെയ്യുന്ന ഡൽഹി പട്ടണത്തെ പിടിച്ചുകുലുക്കിയ അതിക്രൂരമായ അതിനീചമായ സംഭവം ഇന്നും ഇന്നലെയുമൊക്കെ വാർത്താ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടെ അത് റിപ്പോർട്ട് ചെയ്തു. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലാണ് ക്രൂരമായ പീഡനം നടന്നത് എന്നതിന് പുറമെ അതിലെ പ്രതികളെ പിടിക്കപ്പെടുമ്പോൾ ജ്യേഷ്ഠാനുജ സഹോദരങ്ങളാണ് പ്രതികളെന്ന് ആലോചിക്കുമ്പോൾ മനുഷ്യരാണോ മൃഗമാണോ ഏറ്റവും ഉന്നതരെന്ന് ചോദിക്കാൻ തോന്നിപ്പോവുകയാണ്. സാംസ്കാരികമായി അല്പമെങ്കിലും ഉയർന്നു നിൽക്കുന്ന വിദ്യാഭ്യാസ പുരോഗതിയുള്ള കൊച്ചു കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ നിന്ന് കഴിഞ്ഞ 2-3 മാസത്തിനിടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ, ആ കേസുകളിൽ 19 വയസ്സിന്റെ താഴെയുള്ള മകനും 55ന്റെ താഴെയുള്ള പിതാവും സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ പീഡിപ്പിച്ചതിൽ പ്രതിയായി ഒരേ സെല്ലിൽ ജയിലിലടക്കപ്പെട്ട വാർത്ത പത്രത്തിൽ വരുമ്പോൾ മനുഷ്യരെക്കാളും അധപ്പതിച്ചു പോയവരാണ്, അല്ലെങ്കിൽ മൃഗങ്ങൾ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ, മനുഷ്യനെന്ന പേര് പോരാ മൃഗമെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യൻ ഇന്ന് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. പണത്തിനു വേണ്ടി സ്വന്തം നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ വിൽപ്പന നടത്തിയതിന്റെ പേരിൽ പിടിക്കപ്പെടുന്നത് സ്വന്തം മാതാവാണെന്നത് ഒറ്റപ്പെട്ട കേസുകളായി നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നതല്ല. സമ്പത്തിന് വേണ്ടി സ്വന്തം പിതാവിനെ കൊല്ലാൻ മടിക്കാത്ത മക്കൾ, പോറ്റി വളർത്തിയ ഉമ്മയെ ഉപ്പയെ അല്ലെങ്കിൽ അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ചുകൊണ്ട് കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് സ്ത്രീധനത്തിന്റെ പേരിലും അത് കൊടുക്കാനില്ലാത്തതിന്റെ പേരിലും എന്നാ പണ്ട് പരിതപിച്ചിരുന്നതോ. എന്നാൽ ഇന്ന് 4 കുട്ടികളുടെ അമ്മ അല്ലെങ്കിൽ ഉമ്മ, അതിൽ ഒരു മകളുടെ നിക്കാഹ് കഴിഞ്ഞതോ അല്ലെങ്കിൽ നിശ്ചയിച്ചു വെച്ചത് ഏതോ വാർപ്പിന്റെ മുട്ട് തട്ടാനും എന്ന അണ്ടന്റെ കൂടെ ഇറങ്ങിയോടുന്നത് ഒറ്റപ്പെട്ട വാർത്തയല്ല, പത്രക്കാരിക്കുന്നത് പുതുമയില്ലാതെയായി മാറിയിരിക്കുകയാണ്. ഞാൻ ആ ഭാഗം നീട്ടിപ്പരത്തി പറയുകയല്ല. അഴിമതിയുടെ പേരിലും മറ്റും പിടിക്കപ്പെടുന്നത് കോടതിയിൽ നീതി പിരിക്കേണ്ട വലിയ ജഡ്ജിമാരാണ്. ഏതെങ്കിലും SIG അറസ്റ്റ് ചെയ്ത് കയ്യാമം വെക്കേണ്ടി വരുന്നത് അതിന്റെ മുകളിൽ ജോലി ചെയ്യുന്ന CI സാറയോ അതുമല്ലെങ്കിൽ SP-യോ ഒക്കെയാണ്. വലിയ വലിയ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നത് ഈ രാജ്യത്തെ MP-മാരെയും MLA-മാരെയും ഒക്കെയാണ്. സംസ്കാരം പഠിപ്പിക്കേണ്ട അധ്യാപകരും പ്രൊഫസർമാരുമാണ് സംസ്കാര ശൂന്യരായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ലോകം ഇന്ന് ഭ്രാന്താലയമായി മാറുന്നു എന്ന് നമുക്ക് പറയാം. മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗമാകും, മൃഗം അധപ്പതിച്ചാൽ ഭ്രാന്തനാകുമെങ്കിൽ ഞാൻ പറഞ്ഞ മലയാളം ശരിയാണ് എന്ന് എനിക്ക് സമാധാനിക്കാം. പക്ഷേ ഉന്നത വിദ്യാഭ്യാസവും സാങ്കേതിക വൈദഗ്ധ്യവും സാമ്പത്തിക നേട്ടവും എല്ലാം ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന അമേരിക്ക, ഈ അമേരിക്കയെ നടുക്കുന്ന കൊലപാതകങ്ങളാണ് 2 ദിവസം മുമ്പ് പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചത്.
കലാലയത്തിന്റെ ഉള്ളിൽ നടന്ന വെടിവെപ്പിലാണ് ഡസക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന കാഴ്ച പുറം ലോകം ചാനലിലൂടെ കാണുന്നതും പത്രത്തിലൂടെ മനസ്സിലാക്കുന്നതും ഒരർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം ദൈവിക ശിക്ഷയാണ് എന്ന്. കാരണം ഫലസ്തീനിന്റെ മണ്ണിൽ പാവപ്പെട്ട ചോരമക്കളെ, എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചോമനുകളെ ഇഞ്ചിഞ്ചായി ഇസ്രായേലിന്റെ പട്ടാളക്കാർ നരനായാട്ട് നടത്തിയപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന താപ്പാനം നോക്കുകുത്തിയായി നിന്ന് ആസ്വദിക്കുകയായിരുന്നു. പക്ഷേ അതിനെതിരെ പ്രതികരിക്കാൻ നമ്മുടെ ലോകത്തെ വലിയ ആളുകൾക്ക് കഴിഞ്ഞില്ല. കാരണം പലരുടെയും വാല് അമേരിക്കയുടെ അമ്മിയുടെ ചുവട്ടിലാണ്. അള്ളാഹു തന്നെ പ്രതികരിച്ചെന്ന് വേണം പറയാൻ. അമേരിക്കൻ സ്കൂളിൽ നടന്ന വെടിവെപ്പിൽ അറുകൊല ചെയ്യപ്പെട്ട പിഞ്ചോമന മക്കളുടെ മൃതദേഹം അത് കണ്ടപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒബാമ രണ്ടിറ്റ് കണ്ണുനീര് വാർത്തുപോലും. അമേരിക്കൻ നേതാക്കൾക്ക് കണ്ണുനീരുണ്ടെന്ന് മനസ്സിലാക്കാൻ ലോകത്തിന് സാധിച്ചു എന്നത് ഒരു സത്യമാണ്. അത് ഒറിജിനലായിരുന്നു ആ കണ്ണീരെങ്കിൽ, മനുഷ്യത്വത്തിന്റെ പേരിലായിരുന്നുവെങ്കിൽ അഫ്ഗാനിന്റെ തെരുവിലും ഫലസ്തീനിന്റെ മണ്ണിലും ഇറാഖിന്റെ മണ്ണിലും ചോരക്കിടാങ്ങൾ പിടഞ്ഞു മരിച്ചപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന നരനായാട്ടിന്റെ പേരിൽ ഇന്നും മരുന്ന് കിട്ടാതെ 10,000 മരിച്ചു വീഴുന്ന കാഴ്ച കാണുമ്പോൾ സിഗരറ്റ് വലിച്ച് പുക ആസ്വദിക്കുന്നത് പോലെ അമേരിക്കയിലെ യാങ്കി ആസ്വദിക്കുകയായിരുന്നു. പക്ഷേ ആ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന്റെ വിലയറിയാൻ അള്ളാഹു ഒരുക്കിക്കൊടുത്ത ശിക്ഷയെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായിരുന്നാലും ഞാൻ ആ ഭാഗം വിശദീകരിക്കുകയല്ല. ഇങ്ങനെ അമേരിക്കയിലെ കലാലയത്തിൽ തോക്കുപയോഗപ്പെടുത്തിയിട്ട് പിഞ്ചുകിടാങ്ങൾക്കെതിരെ നിറയൊടിച്ചപ്പോൾ അമേരിക്ക നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. നിങ്ങളത് വായിച്ചു കാണും പത്രത്തിൽ. പൊതുജനങ്ങൾക്ക് തോക്കുപയോഗിക്കുന്നത് അത് നിയന്ത്രിക്കണം എന്ന നിയമം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുവെന്നാണ്. എങ്കിൽ നിയമം ലേശമൊക്കെ കർശനമായി വരേണ്ടത് ആവശ്യമാണ് എന്നർത്ഥം. ഒന്നുകൂടെ അതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഡൽഹി തെരുവോരത്ത് നടന്ന, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ വെച്ച് നടന്ന അതിക്രൂരമായ പീഡനം, ഈ പീഡനത്തെ കുറിച്ച് രാജ്യസഭയിലും ലോകസഭയിലുമൊക്കെ ചർച്ച നടന്നപ്പോൾ പലരും വിതുമ്പി. ബിജെപിയുടെ നേതാവ് സുഷമാ സ്വരാജ് പറഞ്ഞൊരു വാക്ക്, സ്റ്റേറ്റ്മെന്റ് ഇന്ന് പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും. ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നവരെ തൂക്കിക്കൊല്ലണം പോലും. അൽഹംദുലില്ലാഹ്, വൈകുരിച്ച വിവേകത്തിന് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ ഇസ്ലാമിൽ ഭാവിയിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടുകൂടെ കട്ടവന്റെ കൈമുറിക്കണമെന്നും കള്ളു കുടിച്ചവനെ ഹെദ്ദടിക്കണമെന്നും വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നുമൊക്കെ ഇസ്ലാം ശിക്ഷ വിധിച്ചപ്പോൾ ഇസ്ലാമിന്റെ ശിക്ഷ അത് കാടത്തമാണ് എന്ന് പരിഹസിച്ചവർ, ഇസ്ലാമിന്റെ ശിക്ഷണം അതൽപ്പം കൂടുതലാണ് എന്ന് പറഞ്ഞവർ, ഇസ്ലാമിന്റെ പർദ നിയമം കാടത്തമാണെന്ന് പറഞ്ഞവർ, ആ പറഞ്ഞ വാക്കുകൾ അറിയാതെ സാഹചര്യങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ലോകത്തോട് തുറന്നു പറയാൻ സന്നദ്ധരായി. ചില നിയന്ത്രണങ്ങളൊക്കെ മനുഷ്യർക്ക് ആവശ്യമാണ് എന്ന് പരിശുദ്ധമായ ഇസ്ലാം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂർത്തിയാക്കിയ നിയമം അനാവശ്യമല്ല, ആവശ്യത്തിനായിരുന്നു. പക്ഷേ മനുഷ്യരുടെ ബുദ്ധി ഈ കാലത്തിന് അപ്പുറത്തേക്ക് ചലിക്കാത്തതാണെങ്കിൽ അള്ളാഹുവിന്റെ നിയമമാകുന്ന ഇസ്ലാം, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, എക്കാലത്തേക്കും അത് ബാധകമാണ്. അതുകൊണ്ട് 6-ാം നൂറ്റാണ്ടിൽ ഒട്ടകങ്ങളുടെ പുറകിൽ, ആടുകൾക്ക് പുറകിൽ ഒരു കുറ്റിവടിയുമായിട്ട് നടന്ന അറബികൾ, കാസ്പിയൻ കടലോരത്ത് കക്കയും ഞണ്ടും പെറുക്കി നടന്നിരുന്ന ആളുകൾ, ഈ തപ്പന കൃഷിയും അതുപോലെയുള്ള കച്ചവടം മാത്രം അറിഞ്ഞിരുന്ന ആളുകൾ, കാളവണ്ടിയുടെ ചക്രം പോലും കണ്ടുപിടിക്കാത്ത യുഗത്തിലെ ജനത, ആ ജനത മുതൽ, അന്നുള്ള ജനത മുതൽ ഇനി വരാനിരിക്കുന്ന ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ഏതൊക്കെ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ നടത്തിയാലും ആ യുഗത്തിലെ മുഴുവൻ ആളുകൾക്കും ആവശ്യമായ നിയമങ്ങളാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ. ആ നിയമം അല്ലാഹു സംവിധാനിച്ചതാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രചാരകനും പ്രബോധകനുമാണ്.
അതിന്റെ നിർമ്മാതാവല്ല. മനുഷ്യബുദ്ധിക്ക് അതീതമായി ദൈവികമായ ചിന്താധാര എന്ന് പറയൽ തെറ്റാണെങ്കിൽ ദൈവികമായ നിയമവ്യവസ്ഥിതി, അള്ളാഹുവിന്റെ ഇലാഹിയായ ദർശനങ്ങൾ, അതാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങൾക്കും ഇന്ന് പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മകനെ അദബ് പഠിപ്പിച്ചതിന്റെ പേരിൽ ജയിലിൽ കടക്കേണ്ടി വരുന്ന രക്ഷിതാക്കൾ നാം വായിച്ച റിപ്പോർട്ടാണ്. അതുപോലെ തന്നെ തുടങ്ങി പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്ന ചില നിയമങ്ങൾ, ആ നിയമങ്ങളെ മുച്ചൂടും മാറ്റി. ഇന്നേതോ ഒരു പത്രം വായിച്ചപ്പോൾ ആ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒരു ചിത്രമുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു വലിയ പ്രകടനം, ആ പ്രകടനത്തിന്റെ ചിത്രമാണ് ഇന്നത്തെ ഒരു പത്രത്തിന്റെ ഫ്രണ്ട് പേജിലുള്ളത്. വായ മൂടിക്കെട്ടിയിട്ടാണ് പ്രകടനം നടക്കുന്നത്. അതിന്റെ ബാനറിൽ എഴുതി വച്ചിരിക്കുന്നത് സ്ത്രീകളോട് ജാഗ്രത പാലിക്കാനാണ്. എന്നിട്ട് ആ ബാനറിന്റെ ചുവട്ടിൽ കൊടുത്തത് നമ്മെ രക്ഷിക്കാൻ ആരുമില്ല, നാം മാത്രം. അതെ, വളരെ കറക്റ്റ്. നിയമങ്ങൾ കൊണ്ട് മാത്രം ഒരു സമൂഹത്തെ മുച്ചൂടും മാറ്റിയെടുക്കാൻ കഴിയില്ല. ഒരു നിയമത്തെ ഭൗതികമായ അറിവുകൾ കൊണ്ട് മാത്രം മാറ്റിയെടുക്കാൻ കഴിയില്ല. ഭരണ സ്വാധീനം കൊണ്ട് മാത്രം മാറ്റിയെടുക്കാൻ കഴിയില്ല. വർദ്ധിച്ചു വരുന്ന പീഡനങ്ങളും വർദ്ധിച്ചു വരുന്ന തട്ടിക്കൊണ്ടുപോകലുകളും വർദ്ധിച്ചു വരുന്ന കൂട്ടബലാത്സംഗങ്ങളും അവസാനിപ്പിക്കണമെങ്കിൽ അതിന്റെ അർത്ഥഭാഗമായ സ്ത്രീകൾ നല്ലവണ്ണം ജാഗ്രത പാലിക്കണം. അതെ, വിശുദ്ധമായ ഇസ്ലാം അവരോട് പഠിപ്പിച്ച ചില നിയമങ്ങളുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചുകൊണ്ടും അല്ലാതെയും ഖുർആൻ പറഞ്ഞ നിയമങ്ങളുണ്ട്. സാധാരണ പെണ്ണുങ്ങൾ പാലിക്കേണ്ടതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞു. അനാവശ്യമായി പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു. വല്ലപ്പോഴും പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഭംഗി കാണിക്കുന്ന വസ്തുക്കൾ പുറത്ത് കാണിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ പുറത്തിറങ്ങേണ്ടി വന്നാൽ തന്നെ ആകർഷിപ്പിക്കുന്ന സുഗന്ധങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഭംഗി പ്രകടിപ്പിക്കേണ്ടത് ഭർത്താക്കന്മാർക്ക് മുമ്പിലാണെന്ന് പറഞ്ഞു. അന്യർ ആകർഷിപ്പിക്കുന്ന വസ്ത്രധാരണ നടത്തരുതെന്നെല്ലാം പറഞ്ഞപ്പോൾ ഇസ്ലാം പെണ്ണുങ്ങൾക്ക് സൗകര്യമായി, സൗന്ദര്യമായി, സംരക്ഷണമായി, സൗന്ദര്യത്തിന്റെ കവചമായി വെച്ചു തന്ന ബുർഖയെയും പർദ്ദയെയും ഒക്കെ പരിഹസിച്ചിരുന്ന അതേ ഫെമിനിസ്റ്റുകളും പുരോഗമനവാദികളും അവരാണ് പ്രകടനത്തിൽ പറയുന്നത്, സ്ത്രീ സമൂഹമേ ജാഗ്രത, നമ്മെ രക്ഷിക്കാൻ നാം ആരുമില്ല, നാം മാത്രം. മടങ്ങട്ടെ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറഫാത്തിന്റെ മുകളിൽ വെച്ച് പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ആ വലിയ വിപ്ലവത്തിലേക്ക് ലോകം തിരിച്ചു പോകുന്ന കാഴ്ച നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആകെ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം, മനുഷ്യർ നന്നാകണമെങ്കിൽ കൊലപാതകങ്ങളും കിഡ്നാപ്പുകളും തട്ടിപ്പുകളും അക്രമങ്ങളും വ്യഭിചാരങ്ങളും ബലാത്സംഗങ്ങളും എല്ലാം നിർത്തൽ ചെയ്തോ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ സുപ്രീം കോടതി പാസാക്കിയ 7 പരിപാടി കൊണ്ട് മാത്രം കഴിയില്ല. അതും ഇന്നേതോ ഒരു പത്രത്തില് ആരോ ഒരു കുറിപ്പെഴുതി കണ്ടു. ഇന്ന് അതെ, സുപ്രീം കോടതി 7 പദ്ധതികൾ പാസാക്കിയിട്ടുണ്ട്. എന്തിന്? പൂവാലശല്യം നിയന്ത്രിക്കാൻ. പൂവാലശല്യം നിയന്ത്രിക്കാനാണ് 7 കർമ്മ പദ്ധതികൾ. ഓക്കെ, അത് ചോദിക്കുന്നത് പൂവാലശല്യം ബസ് സ്റ്റോപ്പിൽ നിയന്ത്രിക്കാൻ ഈ സുപ്രീം കോടതിന്റെ തീരുമാനം കൊണ്ട് കഴിയും. പൂവാലശല്യം നിയന്ത്രിക്കാൻ ഒരുപക്ഷെ ബസ് സ്റ്റാൻഡിലും വിദ്യാലയ പരിസരത്തും ഒരു പരിധി വരെയൊക്കെ കഴിയും. സ്വന്തം വീട്ടിൽ ആര് നിയന്ത്രിക്കുമെന്നാ ചോദ്യം. കാരണം ഇപ്പോൾ ഭ്രാന്ത് ചങ്ങലക്ക, കള്ളൻ കപ്പലിലാണ്, പശുവിനെ നോക്കുന്നത് നരിയാണ്. അവിടെയാണ് ഇപ്പോൾ തകരാറ് കുടുങ്ങിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഞാൻ പറഞ്ഞ ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വനിതാ സമ്മേളനം, വനിതകൾ പ്രകടനം നടത്തുന്നത്. വായ മൂടിക്കെട്ടിയിട്ട് ജാഗ്രത. അതേ, വിശുദ്ധ ഇസ്ലാം 14 നൂറ്റാണ്ടുകൾക്കും സ്ത്രീകളോട് പറഞ്ഞു, ജാഗ്രത, നിങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങരുത്. ആവശ്യത്തിന് വല്ലപ്പോഴും പുറത്തിറങ്ങിയാൽ തന്നെ അംഗീകരിച്ച വസ്ത്രധാരണയിൽ ഒന്നുകൂടെ മുന്നോട്ട് പോയ ലോകം ഇസ്ലാം അനിവാര്യ ഘട്ടത്തിൽ മാത്രം സമ്മതിക്കുന്ന നീതിപൂർവം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന ബഹുഭാര്യത്വം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഇവിടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, ചാനൽ ചർച്ചയിൽ ഇസ്ലാമിന്റെ വശങ്ങൾ പറഞ്ഞപ്പോൾ
അതിനെ തലങ്ങും വിലങ്ങും പരിഹസിച്ചവരുണ്ട്. ആ പരിഹസിക്കുന്നവർക്ക് ഇവിടെ വളം വെച്ചു കൊടുത്ത മുസ്ലിം നാമധാരികളുണ്ട്. പക്ഷേ കണക്കുകൾ വരുമ്പോൾ ആൺ പെൺ അനുപാതം കൂട്ടി നോക്കുമ്പോൾ താമസം വിന ഒരു പ്രകടനം നമുക്കപ്പോൾ പ്രതീക്ഷിക്കാം. പുരുഷന്മാർ നിർബന്ധമായി ബഹുപൗരത്വത്തിലേക്ക് കടന്നു വരണമെന്ന് അന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, മൊത്തത്തിൽ നിന്ന് മനുഷ്യകുലം നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, ആ പ്രശ്നങ്ങൾക്കെല്ലാറ്റിനുമുള്ള പരിഹാരം കേവല നിയമങ്ങളല്ല, ഭൗതിക വിദ്യാഭ്യാസം അല്ല, സാങ്കേതിക വൈദഗ്ധ്യമല്ല, ശാസ്ത്രീയ കണ്ടുപിടുത്തമല്ല, ഭരണപരമായ നേട്ടങ്ങളല്ല, മറിച്ച് എല്ലാം ഉണ്ടെന്ന് അഭിമാനിക്കുന്ന അമേരിക്കയിൽ പോലുമുള്ള പ്രശ്നങ്ങൾ എല്ലാറ്റിനും പരിഹാരം വിശുദ്ധ ഇസ്ലാമിന്റെ ആത്മീയ നിയന്ത്രണം മാത്രമാണ്. സാമ്പത്തിക രംഗത്ത് ഇസ്ലാമിന്റെ വിഷയങ്ങൾ പരീക്ഷിക്കാമെന്നിടത്തേക്ക് ലോകം ഏകദേശമൊക്കെ എത്തിയിട്ടുണ്ട്. നടുറോഡിൽ പരസ്യമായി കൊലപാതകം നടത്തിയ പുള്ളി ഇന്ന് പരസ്യം നടക്കുന്നു. എന്തേ? കുറ്റകൃത്യം തെളിയിക്കാൻ കോടതിയിൽ തെളിവില്ലാത്തതിന്റെ പേരിൽ. നിരപരാധികളായ ആളുകൾ ധാരാളം ജയിലിൽ കഴിയുന്നു. എന്തേ? നിരപരാധിത്വം അവർക്ക് തെളിയിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ. ഇത് രണ്ടും സംഭവിക്കാതിരിക്കണമെങ്കിൽ, തെറ്റ് ചെയ്യാത്ത ആളുകൾ ഉണ്ടാകണമെങ്കിൽ, തെറ്റു ചെയ്തവൻ സ്വയം വിളിച്ചു പറയുന്ന അന്തരീക്ഷം വരണമെങ്കിൽ, നിരപരാധിയെ ശിക്ഷിക്കുന്നവൻ പേടിക്കുന്ന അവസ്ഥ വരണമെങ്കിൽ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ദൈവിക ഭക്തിയിലേക്ക് ലോകം തിരിച്ചു പോകണം. അതിനാണ് ആത്മീയത എന്ന് പറയുന്നത്. വിശുദ്ധ ഇസ്ലാം കേവലം ആചാരങ്ങളല്ല, മറിച്ച് അടിസ്ഥാനപരമായ ആദർശം ഉൾക്കൊണ്ടതിനു ശേഷം നടത്തുന്ന ആചാരങ്ങൾ. ഈ ആചാരങ്ങളും ഫലപ്രദമാകാൻ ഒന്നുകൂടെ ഉള്ളിലേക്ക് ഇറങ്ങി ഭക്തി ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിനെ പഠിപ്പിക്കാൻ വേണ്ടി മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോൾ ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിൽ ലാസ്റ്റ് പറഞ്ഞത് മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, എന്താണ് നബി ഇഹ്സാൻ എന്നാണ്. ഇസ്ലാം കാര്യം പറഞ്ഞു, ഈമാൻ കാര്യം വിശദീകരിച്ചു. മൂന്നാമത് ഇഹ്സാൻ കാര്യം, അൻ തഅ്ബുദ റബ്ബക കഅന്നക തറാഹു വഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അതെ, എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അവിടെയാണ്. ഭൗതിക രംഗത്ത് മനുഷ്യൻ എത്ര ഉന്നതനായാലും നിർമ്മിച്ച ഏത് നിയമങ്ങളാണെങ്കിലും അത് കുറെ കഴിയുമ്പോൾ തകർന്നടിയും. ഇപ്പോൾ ഒരു കൂട്ടർ നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് അവിടെ ആഘോഷിക്കുകയാണ്. പക്ഷെ ഒരു ഭാഗത്ത് നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് നശീകരണമാകുന്നു എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഒന്ന് വെച്ചാൽ രണ്ട്, രണ്ട് വെച്ചാൽ 4 അല്ല, ഒന്ന് പിളർന്നാൽ 8 എന്നിടത്തേക്ക് മാറിയിരിക്കുന്നത്. പെരുകി പെരുകി 8 വരെ എത്തിയിട്ട് നട്ടം തിരിയുന്ന ആളുകളെ കാണുകയാണ്. ആ കൂട്ടത്തിൽ പെട്ടവർ തന്നെ പറയുന്നു, മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഒരു നൂറ്റാണ്ടേ തികർക്കാൻ കഴിയൂ, അതിനപ്പുറം പോയാൽ നശീകരണമാണ്. കഴിഞ്ഞു പോയ ഭൗതിക ഇസങ്ങൾ ഓരോന്നെടുത്ത് നോക്കിയാൽ ഒരു നൂറ്റാണ്ട് തികയുമ്പോഴേക്ക് തകർന്നടിഞ്ഞിട്ടുണ്ട്. എല്ലാ ഇസങ്ങളും ഒരു ഇസം എന്ന് മാത്രം പറയുന്നില്ല. അക്കൂട്ടത്തിൽ ഇപ്പോൾ തകർന്ന വഹാബിസം എന്ന് മാത്രം. ഒരു നൂറ്റാണ്ട് തികയാത്തത് കൊണ്ടും സമൂഹത്തിൽ എവിടെയും കാര്യമായി ഇല്ലാത്തത് കൊണ്ടും മൗദൂദിസ നിലനിൽക്കുന്നുവെങ്കിൽ നൂറ്റാണ്ട് തികയാൻ ഒരു പക്ഷെ ഉണ്ടാകുമോ എന്ന് മറ്റു ഭാഗത്ത് ചിന്തിക്കേണ്ടതാണ്. ഏതായിരുന്നാലും മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾക്ക് ന്യൂനതകൾ വരും. അതുകൊണ്ടാണ് പരസ്യമായി മനുഷ്യനെ കുത്തിക്കൊന്നവന് തെളിവില്ലാത്തവൻ കോടതിയിൽ നിന്ന് വിടുമ്പോൾ ഒരു കാട്ടിലെ മൃഗത്തിന് അബദ്ധത്തിലെങ്ങാനും കൊന്നുപോയാൽ കാലാകാലം ജയിലിൽ കടക്കേണ്ടി വരുന്നത് അല്ലേ? മനുഷ്യൻ അത്യധ്വാനം ചെയ്തുണ്ടാക്കിയ കൃഷി നശിപ്പിക്കുന്ന ആനയെ എങ്ങാനും കല്ലെടുത്തെറിഞ്ഞത് തട്ടിയത് മർമ്മത്തായി ആന വീണാൽ ഈ പാവം കർഷകൻ ജയിലിൽ കടക്കണമെന്നാണ് നമ്മുടെ നിയമം. ഞാൻ നിയമത്തെ ചോദ്യം ചെയ്യുകയല്ല, ഒരു റിക്വസ്റ്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ചർച്ച എന്ന രീതിയിൽ ഞാനത് ഒരു വിദ്യാഭ്യാസ, ഒരു ആത്മീയ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സമ്മേളനത്തിന്റെ പ്രചരണം എന്ന രീതിയിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി മാത്രം ഞാൻ വെക്കുകയാണ്. ഇവിടെ മനുഷ്യനേക്കാൾ വില നൽകുന്നത് മൃഗങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളൂ. കാരണം ആ രീതിയിലാണ് നിയമങ്ങൾ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, 10-18 കൊല്ലം തീറ്റിപ്പോറ്റി വളർത്തി ലക്ഷങ്ങൾ മുടക്കി വിദ്യാഭ്യസിപ്പിച്ചു. ഇനി ജോലി ലഭിക്കുമെന്നിടത്തെത്തുമ്പോൾ ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാപ്പയും അല്ലെങ്കിൽ ഉമ്മയും കുടുംബവും കുഫുവത്ത ഒരു കല്യാണം,
ആത്മാഭിമാനത്തോടെ ആർഭാടപൂർവ്വം നടത്താൻ ഒരു ഇസ്ലാമികപരമായ വരനെ തേടുന്നത്. കണ്ടെത്തി നിക്കാഹ് കഴിഞ്ഞ് മഹറും വാങ്ങി കല്യാണം നടക്കുമെന്ന് ഉറപ്പാക്കുമ്പോഴാണ് ഈ 18 വയസ്സ് തികഞ്ഞ ഭൗതികവാദികളുടെ ഭാഷയിൽ പ്രായപൂർത്തി തികഞ്ഞ പെൺകുട്ടി വേലായുധൻ സാറുടെ കൂടെ ഒളിച്ചോടി പോകുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചെത്തുന്ന ഈ ചണ്ടിയെ സ്വീകരിക്കാൻ ബാപ്പ എന്ന തണ്ട് മനക്കെട്ട് കോടതിയിൽ ഹാജരായാൽ തന്നെ കോടതിയുടെ തീരുമാനം വരുന്നത് പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്, നിനക്കെന്താ തീരുമാനമെന്നാ. ഉണ്ണാൻ 2 നേരം കൊടുത്താൽ 3ാമത്തെ നേരം വാലാട്ടുന്ന തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട ജീവി, ആ ജീവിയെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിൽ 18 കൊല്ലം ഭക്ഷണം കൊടുത്ത, വെള്ളം കൊടുത്ത, വസ്ത്രം കൊടുത്ത, ജീവൻ കൊടുത്ത, സ്നേഹം കൊടുത്ത് പോറ്റി വളർത്തിയ മാതാപിതാക്കളെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നത് വേലായുധേട്ടന്റെ കൂടെയാ. കോടതിയുടെ തീരുമാനം എന്താണ്? പ്രായപൂർത്തിയായ പെൺകുട്ടിയുടെ തീരുമാനത്തിന് വിടുന്നു. ഒരുപക്ഷെ രക്ഷിതാക്കളിൽ നിന്ന് വല്ല അക്രമവും ഉണ്ടെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കോടതി ആവശ്യപ്പെടുന്നു എന്ന് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. ലോകം നന്നാകണമെങ്കിൽ, ഭ്രാന്തിൽ നിന്ന് മുക്തമാകണമെങ്കിൽ, മൃഗീയത ഇല്ലാതെയാകണമെങ്കിൽ എന്നെ പടച്ചൊരു നാഥനുണ്ട്. ഒന്നുമല്ലാതിരുന്ന എന്നെ സൃഷ്ടിച്ചു സംഹരിച്ചു പരിപാലിക്കുന്നവൻ ഏകനായ പടച്ച തമ്പുരാനാണ്. അവൻ എനിക്ക് തന്ന ഓരോന്നും രേഖയാക്കി വെച്ചിട്ടുണ്ട്. എന്റെ പ്രവർത്തനം രേഖപ്പെടുത്താൻ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിട്ടുണ്ട്. സമരം ചെയ്യാത്ത, സാലറി ചോദിക്കാത്ത, യൂണിയനിൽ കൂടാത്ത, തളരാത്ത, ഉറങ്ങാത്ത ആ ഉദ്യോഗസ്ഥർ 24 hours ആക്റ്റീവ് വർക്കർമാരായി കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ രേഖകൾ മുഴുവനും നാളെ എന്റെ കയ്യിൽ തന്ന് വായിക്കാൻ പറയുന്ന ദിവസം വരാനുണ്ട്. ആ ദിവസം ഐക്യരാഷ്ട്രസഭ എന്റെ രക്ഷക്കെത്തൂല്ല, എന്റെ ഭർത്താവ് എന്റെ രക്ഷയ്ക്ക് വരൂല്ല, എന്റെ മകളും ബാപ്പയും എന്നെ കണ്ടാൽ ഓടുന്ന ദിവസമാണ്. എന്റെ സർട്ടിഫിക്കറ്റിന്റെ കൂമ്പാരക്കണക്കിന് എന്റെ പണം, എന്റെ അധ്വാനം, എന്റെ യോഗ്യത, എന്റെ രാഷ്ട്രീയ സ്ഥാനങ്ങൾ, ഭൗതികമായ ലോകത്തെ സ്ഥാനങ്ങൾ ഒന്നും ഫലപ്പെടാത്ത ദിവസം, നിമനൽ മുൽക്കുൽ യൗം എന്ന് റബ്ബ് ചോദിക്കുന്ന ദിവസം, പരുന്തിന്റെ മുമ്പിൽപ്പെട്ട കോഴിക്കുഞ്ഞ് വറക്കുന്ന പോലെ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പോലും വറക്കുന്ന ദിവസം. ആ ദിവസമാണ് രക്ഷാശിക്ഷകൾ തീരുമാനിക്കപ്പെടുന്നത്. ശേഷമുള്ള ജീവിതമാണ് അവസാനിപ്പിക്കാത്ത ജീവിതം. അവിടെയാണ് സ്വർഗ്ഗ നരകം. അത് മുഴുവനും റബ്ബിന്റെ കയ്യിലാണ് കാര്യം. ആ റബ്ബിനെ പേടിക്കണമെന്ന ആ ഒരു മനസ്സുള്ള ആളുകൾ വരാത്ത കാലത്തോളം പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. വിശുദ്ധ ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നത് ഈ ഒരു സമൂഹത്തെയാണ്. വിശുദ്ധ ഇസ്ലാം വളർത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സമൂഹത്തെയാണ്. ആ സമൂഹമായിരുന്നു ഉത്തമ നൂറ്റാണ്ടിൽ ഖൈറുൽ ഖുറൂനി ഖർനീ സുമ്മല്ലദീന യലൂനഹും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുച്ചൂടും മാറ്റി ജാഹിലിയത്തിന്റെ ആ കൂരിരുട്ടിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ച് തെറ്റു ചെയ്യാത്ത സമൂഹം. അബദ്ധത്തിൽ തെറ്റ് ചെയ്തു പോയാൽ 4 ആളെ സാക്ഷികൾ ഹാജരാക്കി കോടതിയിൽ വക്കീലിനെ വെച്ച് അതിശക്തമായി വാദിക്കേണ്ടതിന് പകരം എന്നെ ഒന്ന് ശുദ്ധീകരിച്ചു തരണം, ഞാൻ തെറ്റു ചെയ്തു പോയി എന്ന് പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോടതിയിൽ വന്ന് ഇങ്ങോട്ട് പറയുന്ന അന്തരീക്ഷം ഇല്ല. ഒരുപക്ഷെ നിനക്ക് തോന്നിയതാകും, ഒന്നുകൂടെ പോയിട്ട് വാ. ഇല്ല നബിയെ, തെറ്റ് ഉറപ്പാണ്. ഒന്ന് വായ മണത്തു നോക്ക്, മദ്യപിച്ചിട്ടുണ്ടോ എന്ന് മണത്തു. ഇല്ല നബിയെ, സുബോധത്തോടു കൂടെയാണ്. ഒന്നുകൂടെ ആലോചിച്ചോ, നബിയെ ഞാൻ തെറ്റു ചെയ്തിട്ടുണ്ട്. ഇതാണ് കോടതി, ഇതാണ് ആദർശം, ഇതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസം. ആ വിശ്വാസം അരക്കിട്ടുറപ്പിച്ച മുസ്ലിം സമൂഹത്തിലെ ഉന്നതരായ അല്ലാഹു തഖ്വക്ക് വേണ്ടി സെലക്ട് ചെയ്ത മഹാന്മാർ, ആ മഹാന്മാരാകുന്ന സ്വഹാബത്തിനെയാണ് ഹബീബുല്ലാഹി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്തത്. ആ സ്വഹാബത്തിൽ നിന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും പഠിച്ചവരാണ് പിൽ തലമുറയിലെ മഹാരഥന്മാരാകുന്ന ആളുകൾ, താബിഈങ്ങൾ. ആ താബിഈങ്ങളിൽ നിന്ന് ഇതേ ആദർശത്തിനെ
നേർക്കുനേരെ ഏറ്റുവാങ്ങിയതാണ് തബഉ താബീങ്ങൾ. ഇവിടെ ഏറ്റുവാങ്ങി എന്ന് പറയുമ്പോൾ രേഖ വെച്ചു വാങ്ങിയതല്ല. പ്രമാണങ്ങൾ എന്ന് പറയുമ്പോൾ അത് കടലാസുകൾ കൊടുത്തതല്ല. അവിടെയാണ് ഇന്നത്തെ ഇനി ഇസ്ലാമിന്റെ ഉള്ളിൽപ്പെട്ട ചില ആളുകൾക്ക് അപജയങ്ങൾ സംഭവിച്ചത്. അനങ്ങിയാൽ ലഈഫ്, അല്ലെങ്കിൽ മൗദൂ, അല്ലെങ്കിൽ ഇന്നറാവി പോക്ക് എന്ന് പറഞ്ഞ് വിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലുമൊക്കെ ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയ്ക്കയും ഒക്കെ കൊണ്ടുവന്ന ചില ഉൽപ്പതിഷ്ടുക്കളും പുരോഗമനവാദികളും. പറയാറുള്ളത് പുരോഗമത്തിന്റെ ആളുകൾ എന്നാണ്. ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇവിടെ പുരോഗതി ഉണ്ടായത്. സുന്നികൾ അറുപഴഞ്ചന്മാരാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഒരു നൂറ്റാണ്ട് കാലം ഞങ്ങൾ വിപ്ലവം നടത്തി. ഞങ്ങളില്ലായിരുന്നുവെങ്കിൽ മുസ്ലിംകൾ വിദ്യാഭ്യാസപരമായി എവിടെയോ പോകുമായിരുന്നു. പറയുന്നത് കേട്ടാ തോന്നിപ്പോകും APJ അബ്ദുൽ കലാം ജനിച്ചത് എടവണ്ണയിലാണ് എന്ന്, അല്ലേ? അല്ല, വിധവൽകൃത വിപ്ലവം കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റമുണ്ടാകുമായിരുന്നെങ്കിൽ എടവണ്ണയിൽ ഒരു സുന്നിപ്പള്ളി വന്നിട്ട് ഇപ്പൊ ഒരു 4-5 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. ബാക്കി 100% വഹാബിവൽകൃത നാടല്ലേ എടവണ്ണ. എടവണ്ണയിൽ നിന്ന് ഒരു ശാസ്ത്രജ്ഞനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? പോകട്ടെ, 110% വഹാബികളുള്ള സ്ഥലമാണ് ഒതായി. പള്ളിക്ക് പോയൊരു ഖദീജ കുട്ടിയും ആമനത്താത്തയും അല്ലാതെ ഒരു വിദ്യാവിചക്ഷണനെ ഒതായിലേക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഐസക് ന്യൂട്ടൻ ജനിച്ചത് പുളിക്കലങ്ങാടിയിലാണോ? ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല. അതേ സമയത്ത് വിദ്യാഭ്യാസപരമായ വിപ്ലവം ഉണ്ടാക്കിയത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് എട്ടുകാലി മമ്മൂഞ്ഞിമാരെ പോലെ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. ഞാൻ അവരോട് വിനയ പുരസ്സരം ചോദിക്കുകയാണ്. എന്തേ ആ നാവ് കൊണ്ട് ഓർക്കണമെന്നും കാലുകൊണ്ട് ചിന്തിക്കണമെന്നും ഒക്കെ പറയുന്ന സലാസുല്ലമിയെ പോലെ ചില ആളുകളെ വാർത്തെടുത്തു എന്നല്ലാതെ ഇസ്ലാമിന്റെ 14 നൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യത്തെ തിരസ്കരിച്ച് വെള്ളക്കാച്ചിത്തുണയും വെട്ടമക്കനെ ഇട്ടുകൊണ്ട് പള്ളിയിൽ പോയ ഖദീജത്താത്താനെ കൂടാതെ വ്യക്തമായി ശരിക്കും ഒരു പരിഷ്കരിച്ച ഏതെങ്കിലും ആളുകൾ ഉണ്ടാക്കാൻ എടവണ്ണക്കോ ഒതായിക്കോ നദവിയക്കോ അല്ലെങ്കിൽ പുലിക്കരനോ തുടങ്ങി ബിദ്അത്തിന്റെ കോട്ടകൾക്ക് കഴിഞ്ഞോ എന്ന് ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോ. ഇപ്പോഴും ജിന്നിൽ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങുകയാണ്, അല്ലേ? തേങ്ങ വീണാ ജിന്ന്, ക്ലോസറ്റ് പൊട്ടിയാൽ ജിന്ന്, അമ്മിമ്മന്ന് തേങ്ങ ഉരുണ്ട് വീണാൽ ജിന്ന്. നോക്കിക്കോ നിങ്ങള്, കുട്ടികൾക്ക് വയറ്റുന്നോ കുടിച്ചാലടക്കം പള്ളിയിൽ ജിന്ന് എന്നുള്ളിടത്താണ് ഇപ്പൊ ഉള്ളത്. ആ കോലത്ത് പേരായി തേട്ടപ്പം നാളെ നമ്മളെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നമ്മളെ വീട്ടിലൊക്കെ വെട്ടം വീണിട്ട് ഇമ്മണി കാലായിക്കാണ്, ഈ മാപ്പിള ജാതിക്ക് ഇപ്പോഴും മൂവന്തിയാണ് എന്ന് പറഞ്ഞു. കാരണം എന്താ, തെങ്ങുമ്പട്ട വീണാൽ അതും ജിന്നാന്നാ പറയുന്നത്. ഈ രൂപത്തിൽ ഇവരാ വിദ്യാഭ്യാസ ഭിക്ഷ ഉണ്ടാക്കിയത്. അതേ സമയത്ത് മർക്കസ് സഖാവത്ത് സുന്നിയ അതിന്റെ കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലത്തെ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് കടന്നു വരാം. അവിടെ വെച്ച് മറ്റു ചില വിദ്യാഭ്യാസ വിപ്ലവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച നടത്താം. ഏതായിരുന്നാലും പരിശുദ്ധമായ ഇസ്ലാമിനെ മഹാന്മാരാകുന്ന സ്വഹാബാ കിറാം മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് പഠിച്ചത് രേഖയേറ്റുവാങ്ങിക്കൊണ്ടല്ല, മറിച്ച് 23 കൊല്ലക്കാലത്തെ ജീവിതം ഒപ്പിയെടുത്തുകൊണ്ടാണ്. അങ്ങനെയാ ആ ജീവിതത്തെയാണ് റസൂലുള്ളാഹി പറഞ്ഞത്, തറക്തു ഫീക്കും അംറൈനി, ഞാൻ 2 കാര്യം നിങ്ങൾക്ക് ഉപേക്ഷിച്ചു പോയി എന്നോ. അത് രേഖയല്ല, കടലാസ് തുണ്ടുകളല്ല, എന്റെ ജീവിതം ഒപ്പിയെടുത്തതാ. ആ ഒപ്പിയെടുത്ത സ്വഭാവത്തിൽ നിന്ന് രേഖകളല്ല പിൻഗാമികൾ വാങ്ങിയത്, മറിച്ച് അവരുടെ ജീവിതമാണ്, അവരുടെ ആദർശമാണ്, അവരുടെ പരിഷ്കാരമാണ്, അവരുടെ സംസ്കാരമാണ്. ആ സംസ്കാരം അങ്ങനെ തന്നെ ഏറ്റുവാങ്ങി വരുന്നതിന് ഒരു പാരമ്പര്യമുണ്ട് കൂട്ടരെ. ആ പാരമ്പര്യമാണ് താബീങ്ങളും താബീങ്ങളും അവരെ പിൻഗാമികളും. അത് ആദർശത്തിലുണ്ട്, ആശയത്തിലുണ്ട്, ആചാരത്തിലുണ്ട്, വേഷഭൂഷാദികളിലുണ്ട്, സംസ്കാര പരിഷ്കാരങ്ങളിൽ ഉണ്ട്. മദീന പള്ളിയിലെ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ തൊപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ, ആ തൊപ്പിക്കു മുകളിൽ ഒരു തലപ്പാവ് ധരിച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രവാചകൻ നെരിയാണിക്കു മുകളിൽ വെള്ള ഡ്രസ് ധരിച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി ഭാഷയിൽ ഖുർആൻ ഓതുകയും, അറബി ഭാഷയിൽ സലാം പറയുകയും, അറബി ഭാഷയിൽ ബാങ്ക് വിളിക്കുകയും, അറബി ഭാഷയിൽ ഖുത്ബ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ പ്രവാചകരിൽ മാതൃക ഉൾക്കൊണ്ട സ്വഹാബത്തിനെ മാതൃകയാക്കി വന്ന താബീങ്ങളെ, കോപ്പിയടിച്ച പിൻഗാമികളെ, അനുധാവന ചെയ്ത പിൻഗാമികളെ, അത് സമ്മാനിച്ച പിൻഗാമികളെ, അങ്ങനെ ഒരു പാരമ്പര്യം പരിശുദ്ധമായ ഇസ്ലാമിനുണ്ട്.
ആ പാരമ്പര്യത്തിൽ അമ്പിയാക്കൾ മാത്രമല്ല, മറിച്ച് മഹാന്മാരുമുണ്ട്. അവരെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ومن يطع الله ورسوله فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين. നാല് വിഭാഗത്തെ പരിചയപ്പെടുത്തി. നബിമാരിൽ മാത്രം പരിമിതപ്പെടുത്തിയില്ല, സ്വഹാബത്തിൽ മാത്രം പരിമിതപ്പെടുത്തിയില്ല, മറിച്ച് നബിമാരും അതുപോലെ സുദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും. എങ്കിൽ സജ്ജനങ്ങളായ ഒരു കൂട്ടരുണ്ട്, അവർ മുത്തബഈങ്ങളാണ്. പിൻഗാമികളുണ്ട്, അവർ മുത്തബഈങ്ങളാണ്. എങ്കിൽ ഒരു കൂട്ടർ അനുധാവന ചെയ്യുന്നവർ, മറ്റൊരു കൂട്ടർ പിന്തുടരപ്പെടുന്നവർ, ഇങ്ങനെ വിവിധ കാറ്റഗറികളിൽ ഇസ്ലാം തന്നെ പരിചയപ്പെടുത്തുകയാണ്. ആ മഹത്വം അംഗീകരിച്ചുകൊണ്ടാണ് ഇസ്ലാമിക പാരമ്പര്യം. അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചത് അങ്ങനെയാണ്. ഈ ഖുർആൻ അംഗീകരിക്കണമെന്ന് പറയുന്നതോടൊപ്പം പറഞ്ഞു ഇതിനെ മുമ്പറക്കപ്പെട്ടതും അംഗീകരിക്കണമെന്ന്. എന്റെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞതോടൊപ്പം പറഞ്ഞു ഈസാ നബി മൂസാ നബി അംഗീകരിക്കണമെന്ന്. അത് പഠിച്ച സ്വഹാബാ കിറാം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെ ജീവിതകാലത്ത് കണ്ടു, പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ചോദിച്ചു, പരിഹാരം നിർദ്ദേശിച്ചു. മരണപ്പെട്ടതിന് ശേഷവും അതേ സ്വഹാബത്ത് അങ്ങനെ തന്നെ ചെയ്തു. ആ സ്വഹാബത്ത് ചെയ്തത് കണ്ടപ്പോൾ താബീങ്ങളും അത് പിൻപറ്റി, താബീങ്ങളെ കണ്ടുപിടിച്ചപ്പോൾ പിൻഗാമികളും പിൻപറ്റി. അങ്ങനെ പരമ്പരാഗതമായി വന്ന സലഫുസ് സ്വാലിഹീങ്ങളുടെ മാർഗം വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാന രംഗത്ത് വിടാതെ കൂടണമെന്ന് ഖുർആനിന്റെ പ്രഖ്യാപനം. അത് 17 തവണ ചോദിക്കണമെന്ന പഠിപ്പിക്കൽ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ ചൊവ്വായ റൂട്ടിലൂടെ ഞങ്ങളെ ചേർത്ത് തരണമെന്ന ചോദ്യം. ആ ചോദ്യം ഇങ്ങനെ അനുവർത്തിച്ചു വരുന്ന ആളുകളാണ്, ആവർത്തിച്ചു വരുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ. ആ ചോദിക്കുന്ന റൂട്ടിലൂടെ തന്നെ നടക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. അതിനെന്താ മാർഗം? മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ ആരാണെന്നറിയണം. അപ്പോൾ മുഹ്യിദ്ദീൻ ശൈഖിനെ കുറിച്ച് പഠിക്കണം, അജ്മീർ ഖാജിയെ കുറിച്ച് കേൾക്കണം, ബദരീങ്ങളെ അനുസ്മരിക്കണം, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹ് പറയണം, ബഹുമാനപ്പെട്ട ബദരീ ശുഹദാക്കളുടെ മാലകൾ പാടണം. അത് വരുന്ന തലമുറക്ക് പറഞ്ഞു കൊടുക്കണം. അവരോട് ബഹുമാനം ആദരവും വേണം. അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന കേന്ദ്രങ്ങളിൽ പോയി സിയാറത്തുകൾ നടത്തണം. അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന കേന്ദ്രങ്ങൾ വരുന്ന തലമുറക്ക് അത് അങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ അതിന് സ്പെഷ്യലായ ചില ചിഹ്നങ്ങളൊക്കെ വേണം. ആ ചിഹ്നങ്ങൾ വേണമെങ്കിൽ സാധാരണക്കാരുടെ ഖബറിൽ നിന്ന് വ്യത്യസ്തമായ ഉയരങ്ങൾ അതിന് വേണം. അവിടെ പോയി വേനൽ മഴ മഞ്ഞ് വ്യത്യാസമില്ലാതെ അവിടെ പോയി അവരുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് മേൽക്കൂരകളുടെ സഹകരണം വേണം. മേൽക്കൂരകൾ അവരുടെ സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകണം. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് ഓരോ വർഷത്തിലും അവരെ കുറിച്ച് വിശദീകരിക്കുന്ന സഭകളും സദസ്സുകളും വേണം. അതിന് രേഖപ്പെടുത്തി വെച്ച ചരിത്ര ഗ്രന്ഥങ്ങൾ വേണം. ഇതൊക്കെയാണ് കഴിഞ്ഞ തലമുറയോട് നാം ചെയ്യുന്ന ആദരവുകൾ. അവരെ പിൻപറ്റുന്ന അങ്ങനെയാണ്. ഈ ചരിത്ര പാരായണത്തിനൊക്കെ പേരുകളൊക്കെ വ്യത്യസ്തമായി പറയും, പക്ഷെ സംഭവത്തിന്റെ ആത്മാവ് ഒന്നാണ്. വദ്കുർ ഫിൽ കിതാബി ഈസാ, വദ്കുർ ഫിൽ കിതാബി മറിയമ, എല്ലാം അതിന് പാഠമാണ്. ഇതെല്ലാം അനുവർത്തിച്ചു പോന്ന് മഹാരഥന്മാരായ ആളുകളെ നമ്മൾ പിൻപറ്റുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചൊരു തത്വം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കലാവും. ഏതാണത്? ഒന്ന് അള്ളാഹുവിന്റെ ഖുർആൻ, മറ്റൊന്ന് എന്റെ ചര്യ. ഇത് രണ്ടും പറയുമ്പോൾ രേഖയല്ലല്ലോ കൊടുത്തത്. എങ്കിൽ ആ ഖുർആനിന്റെ വിശദീകരണവും വ്യാഖ്യാനവും ആവശ്യമാണ്. ഹദീസുകൾക്കും അത് ആവശ്യമാണ്. ആരാണത് നൽകേണ്ടത്? അവകാശപ്പെട്ട മഹാന്മാരാണ്. സലഫുസ് സാലിഹീങ്ങളായ ആളുകൾ നൽകിയ വ്യാഖ്യാനം, വിശദീകരണം, വിവരണം അത് അംഗീകരിച്ചുകൊണ്ട് ഇങ്ങനെ പോരാ. അങ്ങനെ അംഗീകരിച്ചപ്പോഴാണ് 10 ലക്ഷത്തിൽ ചിലാൻ ഹദീസ് മനപ്പാടാക്കിയ ഷാഫി ഇമാമ്, ഹംബലി ഇമാമ്, മാലിക് ഇമാമ്, അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹും, ഇവർ ഈ സച്ചരിതത്തിൽപ്പെട്ട ആളുകളാണ്. അവർ പഠിച്ച ഹദീസുകളും ആയത്തുകളും വിശദീകരിച്ചു, വ്യാഖ്യാനിച്ചു, നെല്ലും പതിലും തിരിച്ച് എഡിറ്റ് ചെയ്ത് നമുക്ക് മുമ്പിൽ തന്നു. ഇനി ഡോക്ടർ നിർദ്ദേശിച്ച ഗുളിക നിർദ്ദേശാനുസരണം സേവിക്കുന്നത് പോലെ ഈ ഇമാമിങ്ങളെ നമ്മൾ പിൻപറ്റിയാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. പിന്നെ ജിന്നും ചെയ്ത്താനും ഉറുക്കും മന്ത്രം കയ്യിൽ വരും. പിന്നെ നമ്മളത് റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ആ നിലക്കിങ്ങനെ നമ്മൾ പിൻപറ്റിയിട്ട് പോന്നപ്പോൾ മുസ്ലിം സമുദായത്തിൽ ഭിന്നതകളോ കുഴപ്പങ്ങളോ ഇല്ല. മുസ്ലിം സമുദായം പണ്ട് പറഞ്ഞത് മാറ്റി പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയില്ല. തൗഹീദ് അചഞ്ചലമായി തന്നെ നിലനിന്നു. ആദം നബി മുതൽ ഇങ്ങോട്ട് വന്ന തൗഹീദ് നേരെ റസൂലുള്ളാഹി തങ്ങൾ വരെ എത്തി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച തൗഹീദ് പഠിച്ച സ്വഹാബത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ റസൂലുള്ളാഹിന്റെ ജാറത്തിന് മുമ്പിൽ കൊണ്ടുപോയി വെച്ചുകൊണ്ടാണ് സ്വഹാബികൾ ചോദിക്കുന്നത്, സഖാഫികൾ അല്ല. യാ റസൂലല്ലാഹ് സിദ്ദീഖും ബിൽ ബാബ്. ഇത് ഉദ്ധരിക്കുന്ന ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു ആണ്. യാ റസൂലല്ലാഹ് സിദ്ദീഖും ബിൽ ബാബ് വഫാത്ത റസൂലുള്ളാഹിനോട്. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഖബറിൽ നിന്ന് മറുപടി അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഒരു ജനാസക്കാണ് ഇത് സംഭവിക്കുന്നത്. അവിടെ മുതൽ ഇങ്ങോട്ട് വന്ന മരണപ്പെട്ടു പോയ മഹാന്മാർക്കുള്ള കഴിവ് വിശ്വസിക്കണമെന്ന അചഞ്ചലമായ തൗഹീദ് പഠിപ്പിച്ചതാരാണ്? ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതേ അചഞ്ചലമായ തൗഹീദിന് വേണ്ടി കൊട്ടപ്പുറത്ത് ഗർജിച്ച സിംഹം ആരാണ്? ബഹുമാനപ്പെട്ട അബൂബക്കർ ബിൻ അഹ്മദ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഇത് നോക്കിക്കോളൂ നിങ്ങളോ. ഇവിടെ നമുക്കറിയാം റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു. മഴയില്ലാതെ വിഷമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലയുടെ കാലഘട്ടം മഴയില്ലാതെ വിഷമിച്ചപ്പോൾ പോയത് നേരെ റസൂലുള്ളാഹിന്റെ ജാറത്തിലേക്ക്. ഇസ്തസ്ഖീലി ഉമ്മത്തിക ഫൈൻഹും ഹലകു. ഉദ്ധരിക്കുന്നത് ഫത്ഹുൽ ബാരി ആഫിൽ അസ്കലാനി റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥം. ഏതെങ്കിലും ഈ കാലഘട്ടത്തിലെ വാരികയും പത്രവും അല്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിലാണ് മരിച്ചുപോയ റസൂലുള്ളാഹി തആല മക്കബറയിൽ ചെന്ന് മഴ ചോദിക്കുന്നത്. കാലഘട്ടങ്ങൾ കഴിഞ്ഞു. കേരളത്തിൽ ഒരു ഉമർ റളിയല്ലാഹു അൻഹു വന്നു. അതാരാണ്? വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ഇന്നും നമുക്ക് മക്കയിൽ പോയ ഷാറ ഉമർ ഖാദി കാണാം. ത്വായിഫിൽ സൂക്കിന്റെ ഉള്ളിൽ പോയാൽ മസ്ജിദുൽ ഖുനൂദ് കാണാം. ഒരാഴ്ച മുമ്പ് പോയി കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അതിന്റെ തൊട്ടടുത്തുനിന്ന് ഇതേ വിഷയം ക്ലാസ് എടുത്തിട്ടാണ് ഞാൻ വരുന്നത്. ഉമർ ഖാദി നിർമ്മിച്ച പള്ളിയാണ്. ആ ഉമർ ഖാദി നേരെ വിഷമിച്ചപ്പോൾ പോയി മദീനയിൽ റസൂലുള്ളാഹിനെ നേർക്ക് നേരെ വിളിച്ചുകൊണ്ട് യാ ഖറമൽ ഖുറമാ അലാ അൽതാബിക്കും ഉമറുൽ ഫഖീറുൽ മുർതജി ലി ജനാബിക്കും. നബിയേ, ഉമറിന്റെ ഉള്ളിലേക്ക് കടക്കണം. അതെ, ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് മുതൽ ഉമർ ഖാദി വരെ റളിയല്ലാഹു അൻഹുമാ അചഞ്ചലമായി നിലനിർത്തിയ തൗഹീദ്. അബൂബക്കർ ടു അബൂബക്കർ, ഉമർ ടു ഉമർ റളിയല്ലാഹു അൻഹും. അതെ, ആ തൗഹീദിന് മാറ്റം ഇല്ല. ഇത് മുഴുവനും പഠിപ്പിച്ചതാരാ? മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മഴയില്ലാതെ വിഷമിച്ചപ്പോൾ ഓടി വന്നു, തങ്ങളെ മഴ വേണം. അള്ളാന്റെ റസൂൽ കൊടുത്തു. അള്ളാഹ്ക്ക് കണക്ഷൻ പറഞ്ഞില്ല. അന്നേതായാലും മഴ ലഭിച്ചു. ഒരാഴ്ച കണ്ടിന്യൂ ആയ മഴ കഴിഞ്ഞപ്പോൾ ആളുകൾ അന്തം മുട്ടു. ഇനി എന്താ ചെയ്യാ? റസൂലുള്ളാഹിനെ കാണാതെ രക്ഷയില്ല. ഇവിധങ്ങളോട് മഴ നിർത്താൻ പറയണോ? അപ്പൊ വേറെ സ്വാമി ഉണ്ടല്ലേ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ പറയണം, ഞാൻ കണ്ടനാടിയേക്കാളും അടുത്താൾ. അല്ല തൊട്ടടുത്തുണ്ടാകുമ്പോൾ പിന്നെ എന്തിന് മമ്പറന്തങ്ങൾ? സോറി. അല്ല തൊട്ടടുത്തുണ്ടാകുമ്പോൾ പിന്നെ എന്തിന് ബദരീങ്ങൾ? സോറി. അല്ലാഹു തൊട്ടടുത്തുണ്ടാകുമ്പോൾ പിന്നെ എന്തിന് ഏർവാടി? സോറി. റസൂലുള്ളാഹി ചോദിക്കേണ്ട ചോദ്യം, അല്ല നിങ്ങളുടെ തൊട്ടടുത്തുണ്ടാകുമ്പോൾ പിന്നെ എന്തിന് എന്നെ തേടി എന്നാണ്. ചോദിച്ചോ? നോ, ഒരിക്കലും റസൂലുള്ളാഹി ചോദിച്ചില്ല. പകരം അള്ളാന്റെ ഹബീബിനോട് ജീവിതകാലത്ത് തന്നെ ശിർക്കിൽ നിന്ന് മുക്തരായ സ്വഹാബാക്കിറാം, ശിർക്ക് തൗഹീദ് പഠിപ്പിക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ, ഉമ്മത്തിങ്ങളായ നമുക്കടക്കം തെളിവിന് റസൂലുള്ളാഹി കൽപ്പിച്ച സ്വഹാബാക്കിറാം. ഒന്നുകൂടെ പറയുന്നു, ഈ പ്രവർത്തനം നടത്തുന്ന സ്വഹാബികൾ, സഖാഫികൾ അല്ല. ഈ സ്വഹാബികളുടെ പ്രവർത്തനം അള്ളാന്റെ റസൂൽ കയ്യുയർത്തി അല്ലാഹുമ്മ ഹവാലൈനാ വലഅലൈനാ. ഉദ്ധരണി ബുഖാരിയിൽ നിന്ന്. ലൈഫാക്കാൻ പറ്റില്ല. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളരികിലേക്ക് ഓടി വന്നു. തങ്ങളെ ഇന്ന് നാം വിഷമം വരുമ്പോൾ ഓടിത്തരുന്നു. ഉള്ളാളത്തെ തങ്ങളരികിലേക്ക് തങ്ങളെ. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതെ, മുത്തനബി തങ്ങളിൽ നിന്ന് തുടങ്ങുന്ന അചഞ്ചലമായ തൗഹീദിന്റെ പാരമ്പര്യം ഉള്ളാളത്തെ തങ്ങളിൽ. ഉമർ ഖത്താബ് റളിയല്ലാഹു തുടങ്ങുന്ന പാരമ്പര്യം വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടങ്ങുന്ന പാരമ്പര്യം ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നു അഹ്മദ് മദ്ദലുൽ അലി അവിടെ വരെ തുടരുകയാണ്. എങ്ങനെ ചാഞ്ചല്യം കുടുങ്ങും? ഒരിക്കലും ചാഞ്ചല്യം കുടുങ്ങില്ല. ഇത് ശരിക്കും ഉറച്ച തൗഹീദാണ്, ഉറച്ച ആദർശമാണ്. പക്ഷേ മറ്റു പലരും തൗഹീദുമായിട്ട് വന്നു, അവർക്കൊക്കെ ചാഞ്ചല്യം കുടുങ്ങി. പലരും ഇപ്പൊ എന്ത് പറയണം എന്നറിയുന്നില്ല. ഒരു കൂട്ടരൻ ഒരിക്കൽ പറഞ്ഞത് പിറ്റേ ദിവസമാകുമ്പോഴേക്കും ഒരു ചെറിയ മാറ്റം, മാറ്റിയെന്ന് മറ്റൊരു പറയുമ്പോ തിരിച്ചൊരു മാറ്റം ഇങ്ങോട്ട്, പിന്നെ നോക്കുമ്പോ ആകപ്പാടെ മാറ്റം. ഈ കോലത്തിൽ മൊത്തം ആദ്യം പറഞ്ഞത് എന്താണ്, പിന്നെ പറഞ്ഞെന്താന്ന് പറയാതെ എന്തോ ശബ്ദം വെക്കുന്ന, ബഹളം വെക്കുന്ന ഒരു അന്തരീക്ഷം. കുട്ടിയെ മുപ്പത്തിശു വന്നിട്ട് ചോദ്യം ചോദിച്ചു എന്ന്
ചോദ്യം ചോദിച്ചപ്പോ നിസ്കാരത്തിന്റെ ഫർളത്തിന് വെച്ച് 14 പാർ, ഉദുവിന്റെ ഫർള് ചോദിച്ചപ്പോ 6 പാർ. പിന്നെ കുട്ടിനോട് ചോദിച്ചു കുളിന്റെ ഫർളത്തിന് വെച്ച് 2 എന്ന് വെച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു അല്ല 4 എന്ന് വെച്ചു. അല്ല 6 ഉറപ്പ് വെച്ചു. അല്ല 8 എന്നാ ഞാൻ നടക്കുക. രണ്ടാമത്തെ കുട്ടി വൈകുന്നേരം എന്തൊക്കെ ചോദിക്കണമെന്ന് ചോദിച്ചു. നിനക്കറിയാതെ കുളിന്റെ ഫർളത്തിലൂടെ വെച്ച് 2 പറഞ്ഞാണ് ചെല്ലി 8 വരെ ഞാൻ പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ 2 എന്ന് വെച്ചു. നിങ്ങള് അപ്പൊ മൂപ്പരാണ് കൂട്ടി എന്താ ഈ ഒതു എന്ന് പറഞ്ഞാൽ ചെറിയ ശുദ്ധിയാണ്, അതിന് 6 ഫർളുണ്ട്. അപ്പൊ വലിയ ശുദ്ധിയാ കുളിക്കോ എന്താ ഡബിളെങ്കിലും വേണ്ടേന്നാ അങ്ങനെ ഉണ്ടല്ലോ. ഈ കോലത്തിൽ ആകപ്പാട് മുശക്കരായ കോലത്തിൽ ഇന്നിപ്പോ ഈ വഹാബികളുടെ തൗഹീദ് എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞവർക്ക് തന്നെ പിന്നെ തിരിയാണെങ്കിൽ നമ്മൾ ക്ലിപ്പിട്ട് കൊടുക്കണം. അപ്പോഴാ നമ്മളിത് പറഞ്ഞില്ലേ എന്നാ നീ മാറ്റിക്കാണാം. ഒരു രക്ഷയില്ലാന്ന് കാണുമ്പോ എന്നാ കരയാൻ തീരുമാനിച്ച കരയാണ്. എന്നാ കരഞ്ഞാല് രക്ഷയില്ല. അപ്പൊ കരഞ്ഞ ക്ലിപ്പ് മറ്റൊരു ഇജ്ജ് കരയാ പോലെ കരഞ്ഞിട്ട് പോലെ കാര്യണ്ടാനസേ എന്ത് നമ്മളതൊക്കെ ഒന്നായിട്ട് കരയേണ്ടിയല്ലേ അതും ക്ലിപ്പായി. നിങ്ങൾ നമ്മളാ 3 കൂടെ കൂട്ടിയിട്ട് ഒറ്റ ക്ലിപ്പാക്കിയിട്ട് ഞാൻ പോടും. നമുക്ക് പരിപാടി ഇപ്പൊ അതാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ മർക്കസ് കുറെ പറയാറുള്ളത് കൊണ്ട് ആ ക്ലിപ്പിലേക്ക് കൂടുതൽ ഞാൻ കടക്കണില്ല. പക്ഷെ ഒരു കാര്യം നമ്മളത് വികാരത്തോടെ പറയുമ്പോഴും തമാശ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോഴും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് നന്നാകാൻ ഒരു ചാൻസ്. എന്തേ എവിടെയാണ് ഈ പിഴവ് സംഭവിച്ചത്? എവിടെയാണ് ഈ പിഴവ് സംഭവിച്ചത്? നാം മാറ്റി പറയേണ്ട ഗതി വരാത്തത് നമുക്ക് അചഞ്ചലമായ തൗഹീദുള്ളത് ഈ മുൻഗാമികളായ മഹാരഥന്മാരെ പിടിച്ചു, മുൻഗാമികളായ സലഫു സാലിഹ്യങ്ങൾ അംഗീകരിച്ചു, സലഫി മൻഹജ് സ്വീകരിച്ചു എന്നതുകൊണ്ടാണ്. സലഫു സാലിഹ്യങ്ങളുടെ മൻഹജ് അവർ വിശദീകരിച്ച് വിശദീകരണം, അവർ ഒരു ഹദീസിനെ കുറിച്ച് വല്ലതും പറഞ്ഞാൽ അതങ്ങനെ പിന്നെ നമ്മൾ ചിക്കി കുത്തി അന്വേഷിക്കേണ്ടതില്ല. ഹാഫിദ് അസ്കലാനി ഒരു ഹദീസ് എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞാൽ നമുക്കത് മതി. പിന്നെ നമ്മളത് വേറെ അന്വേഷണത്തിന് പോകേണ്ട ആവശ്യമില്ല. മുല്ലാലിക്കാരി പറഞ്ഞു യാ മുഹമ്മദ് കാല് കോച്ചുന്ന സമയത്ത് റസൂലാനെ വിളിക്കണോ എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നത് കന്നഹു ഖസദ ഇൽഹാറുൽ മഹബ്ബത്തി ഫി ലിമ്നിൽ ഇസ്തിഗാസ. അത് ഇസ്തിഗാസ തന്നെയാണ്. എന്നാ വാ മുഹമ്മദിനെ നബിയാക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ തന്നെ. ഇങ്ങനെ പൂർവികരായ സലഫു സാലിഹ്യങ്ങളുടെ മാർഗം അതും ഹദീസും ഒക്കെ നമ്മൾ അംഗീകരിച്ചാൽ നമ്മളെ തൗഹീദ് പിന്നെ ചാഞ്ചല്യം ഉണ്ടാവൂല, അചഞ്ചലാവും. മറിച്ച് കിട്ടണ ഹദീസൊക്കെ ലൈഫാക്കാൻ തീരുമാനിച്ചു. കാര്യമായിട്ട് ഇവരെ കോളേജിൽ ചെന്നാ പഠിപ്പിക്കണ 2 കാര്യത്തിൽ ഒന്നതാണ്. എന്ത് കേട്ടാൽ നമുക്ക് പറ്റില്ല ലൈഫാന്ന് പറയണെന്താ അങ്ങനെ പഠിപ്പിക്കാൻ. അതിൽ ചിലപ്പോൾ ആയത്തും കുടുങ്ങി പോവുക. അതായത് അല്ല ബഹുമാനിച്ചത് തങ്ങൾ പാപ്പാന്റെ കയ്യുത്താൻ പറ്റുമോ ചോദിച്ചു. കയ്യോ വേണ്ടി വന്ന കയ്യല്ല കല്ലെണ്ണ മുത്തേണ്ടിയിരുന്നു. ശുക്കായി പോകുന്ന എന്നാ പിന്നെ അജറസ്വത് മുത്തുന്നതോ എന്നാൽ മക്കബറി പോയിട്ട് എണീറ്റിക്കാൻ നിക്കാരൻ തന്നെ വേണ്ടി വരും ചിലപ്പോ എന്ന് എവിടെ മക്കാമി പറയുമ്പോ നിക്കരിക്കണതോ അതൊന്നും തെളിവില്ല എന്ന് അപ്പൊ പറഞ്ഞു മക്കാം ഇബ്രാഹിമ മുസല്ല ഇബ്രാഹിം മക്കാമിന്റെ പേക്ക് നിക്കരിക്കണം എന്നുണ്ട്. ആ ലൈഫാണ് അത് ആയത്ത ഇത് ഒറ്റ മരുന്ന് പഠിപ്പിച്ചേക്കാണ് ലൈഫ്. എന്താണ് ഈ അല്ലെങ്കിൽ ലൈഫൊക്കെ തള്ളേണ്ടതാ? അല്ല ഇനി ഇസ്ലാമായിട്ട് പറയുകയാണെങ്കിൽ ലൈഫറെ തള്ളേണ്ടതാ? മൗദൂ എന്താ ലൈഫ് എന്താ ഇതൊക്കെ ഒന്ന് പഠിക്കണ്ട. ശരിക്ക് സ്വഗീക്ക് തന്നെ ഒരു സൈസാണ് സ്വഗീക്കുള്ളത്. അതെങ്ങനെ പഠിക്കേണ്ടത്? ഇതൊന്നുമില്ല, ഒറ്റ ലൈഫ്. ആ രീതിയിൽ അങ്ങോട്ട് സമൂഹത്തെ പഠിപ്പിച്ചു വിട്ടു. ഹദീസ് ക്ലാസും ഖുർആൻ ക്ലാസും കൊടുത്തു. ജനങ്ങളിങ്ങോട്ട് വഷളാക്കി. ഈ അല്പൻ അർത്ഥമുണ്ടായാൽ അർദ്ധരാത്രി കൊടപിടിക്കുന്നു പറഞ്ഞതുപോലെ എഴുതാനും വായിക്കാനും അറിയാത്ത കുഞ്ഞാപ്പൂന് 2 ഹദീസ് കിട്ടിയപ്പോഴേക്കും ഉപ്പമഞ്ചമത്തെ രാജാവ് പോയി. പിന്നെ ഈ ഒരു അഹങ്കാരം തലയിലേക്കിട്ട് പോവുകയാണ്. നവവിക്കൊന്നും തിരിഞ്ഞിട്ടില്ല. ബുഖാരിയിലുണ്ടോന്നാ ചോദ്യം. പിന്നെ നോക്കിങ്ങോളൂ. ഷാഫി ഇമാമു പറഞ്ഞു ഷാഫിനെ ഒന്നും അംഗീകരിക്കാൻ പറ്റൂല, ബുഖാരിയിലുണ്ടോ? ഈ ബുഖാരി പറഞ്ഞ ഇമാമനെ ഷാഫി ഇമാമനെ അബുർക്കിരിയണ്ടേ? ഈ ബുഖാരി ഇമാമു ഷാഫി മദ്ഹബ് പെട്ട ആളാണ്. വിവരങ്ങൾ എന്താണെന്ന് അറിയണ്ടേ? ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെയും സലഫു സാലിഹ്യങ്ങളെയും അംഗീകരിക്കണം. അത് തള്ളിയപ്പം കുഴപ്പം പറ്റി. ഇതിപ്പോ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിഷമം തോന്നണ്ട. മറുഭാഗത്തെ മുടിച്ചൂടാമന്നനായ പ്രഭാഷകനും ഇന്ന് സക്കരിയാക്കൾ എന്ന് അറിയപ്പെടുന്ന ഗ്രൂപ്പിന്റെ ലീഡറും ആയ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എങ്ങാനും സൗദി അറേബ്യന്റെ ഭരണം കിട്ടിയാൽ മൗനജാഥ സിന്ദാബാദ് കാരണമാതിരി അങ്ങനെ എങ്ങാനും കിട്ടിയാൽ മദീനത്ത് കാണുന്ന പച്ച കുബ്ബ 2ാമത്തെ ദിവസം തന്നെ പൊളിക്കും, പോലീസ് അടവാക്കിച്ച് എന്ന് പ്രസംഗിച്ച തൊഗാടിയേക്കാളും അപ്പുറത്തുള്ള സക്കരിയ സുലയ്യ
അയാളാ പറയുന്നത് നമുക്ക് പറ്റിയപ്പത്തെ പ്രശ്നം മുജാഹിദീങ്ങളെ കുഴപ്പത്തിന്റെ അടിസ്ഥാന കാരണം സലഫുസ്സാലികളെ മൻഹജ് നമ്മൾ വിട്ടു, ഹദീസ് നിഷേധികളായി മാറി നമ്മൾ. അതാ നമുക്ക് പറ്റിയ കുഴപ്പം. ഇത് മുമ്പൊക്കെ ആണെങ്കിൽ പറയും മുസ്ലിംമാര് കുറച്ച് കട്ടിയൂട്ടി പറയാൻ. ഇപ്പൊ ഈ LCD വിപ്ലവമുള്ള യുഗമായതുകൊണ്ട് നമുക്ക് ഇട്ടുകൊടുത്തിട്ട് പതുക്കെ അങ്ങനെ നോക്കിക്കോളി എന്ന് പറഞ്ഞാൽ പിന്നെ അത് പ്രസംഗിച്ച മൗലവിമാർക്ക് ഒരു മാർഗ്ഗേ ഉള്ളൂ. യാ പടച്ച തമ്പുരാനെ മാലികാദൽ കിതാബ് ലാ യുആദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ യസ്വാഹാ. മാഷരി ചെന്ന മാതിരിയാണ്, നിഷേധിക്കാൻ ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സക്കരിയ സ്വലാഹിയുടെ പ്രസഭാഷണത്തോടുകൂടെ നമുക്ക് ആരംഭിക്കാം. ഇട്ടുകൊടുക്കുക. വാസ്തവത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഹദീസുകൾ സ്വീകരിക്കാൻ താല്പര്യമില്ലാത്ത സലഫിയത്ത്, സലഫ് സാലിഹുകളുടെ മൻഹജ് അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത ആളുകളും സലഫിയത്ത് കൂട്ടാതെ കുറക്കാതെ നമ്മൾ ലോകത്തുടനീളമുള്ള സലഫികൾ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കണം എന്ന് പറയുന്നവരും തമ്മിലുള്ള തർക്കമാണ് വാസ്തവത്തിൽ ഇതിന്റെ അടിസ്ഥാനം. അതെ, വളരെ വാസ്തവത്തിൽ ഇതിന്റെ അടിസ്ഥാനം അങ്ങനെയാണ്. ഏത് സലഫ് സാലിഹ്യങ്ങൾ പറഞ്ഞത് കൂട്ടാതെ കുറക്കാതെ സ്വീകരിക്കണം. അവർ ഹദീസ് എങ്ങനെ വിശദീകരിച്ചോ അങ്ങനെ തന്നെ വിശദീകരിക്കണം. കറക്റ്റ്. അപ്പൊ അവര് നിസ്കരിച്ച തറാവീഹ് 20 ആണെങ്കിൽ അത് അങ്ങനെ തന്നെ. അവിടെ പിന്നെ നമ്മൾ ലൈഫും മൗദൂഉം നോക്കാൻ നമ്മൾ നിൽക്കണ്ട. കാരണം ഇത്രയും 1300 കൊല്ലം നിരാക്ഷേപം നടന്നതാണ് ഇങ്ങനെ ഒരു തറാവീഹെങ്കിൽ നമ്മൾ എന്തിനു ചുറ്റിക്കുത്തി അന്വേഷിക്കണം. 1300 ചില്ലാന കൊല്ലമായി കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ട് സനത്ത് ഹംസ് എന്നാണല്ലോ. ഹിജ്റ 5-ാം കൊല്ലം പള്ളി അല്ലേ? ഈ പള്ളി ഉണ്ട്. ഹിജ്റ 5-ാം കൊല്ലം പള്ളി എടുത്ത സ്ഥലം. ആ സ്ഥലത്ത് ഇപ്പോ നമ്മൾ നോക്കിയാൽ 1400 ചില്ലാനം കൊല്ലത്തെ പാരമ്പര്യം കാണും. പക്ഷേ ആ കാലം മുതൽ 1400 കൊല്ലക്കാലം വരെ ഒരു പള്ളിയിലും പെണ്ണുപോയിട്ടില്ല എന്നത് ഉറപ്പുള്ള കാര്യമാണല്ലോ. അതുകൊണ്ടാണല്ലോ പുടവയില് കേരളത്തിൽ ആദ്യമായി പള്ളിക്ക് വന്ന പെണ്ണ് എന്ന് പറഞ്ഞ് വെള്ളാറമ്പാറ ഖദീജ കുട്ടിനെ ആമനത്താത്താനെ ഒക്കെ പരിചയപ്പെടുത്തേണ്ടി വന്നത്. എങ്കിൽ പിന്നെ സലഫ് സാലിഹ്യങ്ങൾ ചെയ്തിട്ടില്ലാത്ത ആ ഒരു മാർഗം കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ട് 1400 കൊല്ലത്തെ പാരമ്പര്യം അവരാരും അറബിയല്ലാത്ത ഭാഷയിൽ കുത്തുപോതിയിട്ടില്ലല്ലോ. എങ്കിൽ പിന്നെ സലഫ് സാലിഹ്യങ്ങൾ ചെയ്യാത്ത ഒരു മാർഗം അവരാരും ജുമഅക്ക് സിംഗിൾ ബാങ്ക് കൊടുത്തിട്ടില്ലല്ലോ. എങ്കിൽ അവരാരും ചെയ്യാത്ത ഒരു മാർഗം അവരാരും ആശരവണിയെയും വാൾ പിടിക്കുന്നതിനെയും കളിയാക്കിയിട്ടില്ലല്ലോ. എങ്കിൽ അവരാരും ചെയ്യാത്ത ഒരു മാർഗം അവരാരും പരിതാപം ഉണ്ടാക്കിയിട്ട് സ്റ്റേജിൽ കയറ്റിയിട്ടില്ലല്ലോ. എങ്കിൽ സലഫ് സാലിഹ്യങ്ങൾ ചെയ്യാത്ത ഒരു മാർഗം. അങ്ങനെ ഇങ്ങോട്ട് നോക്കിയാൽ സലഫ് സാലിഹ്യങ്ങളുടെ മൻഹജ് അത് ഒഴിവാക്കാത്തത് സുന്നികളാണ്, ഒഴിവാക്കിയത് ഇവരുമാണ്. അതാണ് കുഴപ്പമെന്ന് സക്കരിയ സ്വലാഹി പറയുകയാണ്.